ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ കയ്യിൽ 2 കളർ വേരിയേഷനുള്ള ഫോണാണുള്ളത്. റെഡ്മി 9 പ്രൈം. 10,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും ബെറ്റർ ഫോണാണ് റെഡ്മി 9 പ്രൈം. ഇത് ഒരു കളറ് സ്പൈസ് ബ്ലൂവും ഒരു കളറ് സൺറൈസ് ഫ്ലെയറുമാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇറ്റ്സ് മീ സനീഷ് നാരായണൻ. യു ആർ വാച്ചിങ് ടെക്. ലെറ്റ്സ് ഗോ ദ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ 3 കുട്ടീസുണ്ട്. അദ്രിനാഥ്, അമ്മൂസ്, അവന്തിക. അപ്പോൾ ഇവരും ഈ കുട്ടീസുമായിട്ടിരുന്നാണ് ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ഹായ് കൊടുത്ത് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതുമേലെ ഫ്രണ്ടിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സയോമിയുടെ എംബ്ലം ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ കോഡ് ക്യാമറ, 5020 mAh ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിൽ എഴുതിയേക്കണ മീഡിയാടെക് ഹീലിയോ G80 പ്രോസസ്സറാണുള്ളത്. 13 MB കോഡ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സൺറൈസ് ഫ്ലെയർ 4GB 64GB ആണ് ഇത്. ഇതിൻ്റെ വില വന്നത് ഓൺലൈന് 9,999 പുറത്ത് ഷോപ്പിൽ 10,500 വില വന്നുണ്ട്. ആദ്യം നമുക്ക് സ്പൈസ് ബ്ലൂ ഓപ്പൺ ചെയ്യാം. ഇനി അടുത്ത് സൺറൈസ് ഫ്ലെയർ ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇതിൻ്റെ കേസും ഡോക്യുമെൻറ്റേഷനുമാണ്. രണ്ടിൻ്റെയും കേസും ഡോക്യുമെൻറ്റേഷനും. ഇതാണ് സൺറൈസ്. അതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. $10 ചാർജറാണുള്ളത്. പിന്നെ C ടൈപ്പ് USB കേബിളാണുള്ളത്. ഇതിൽ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. പക്ഷേ ഇതിൽ കവറിൽ തന്നെ 10 വാട്ടിൻ്റെ ചാർജറാണുള്ളത്. ഇനി നമുക്ക് ഫോണൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷാണ്. ഗ്രിപ്പ് പോലെയൊക്കെ ഉണ്ട്. രണ്ടും കയ്യിൽ നിന്നൊന്നും വിട്ടുപോകുന്നില്ല. ഉണ്ടോ, നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ ഡിസ്പ്ലേ നല്ല അത്യാവശ്യം വലുതാണ്. കണ്ടോ, കൊള്ളാം. പിന്നെ കോഡ് ക്യാമറ സെറ്റപ്പാണ്. ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. പിന്നെ LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് പോർട്ടൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് വോയിസ് നോസിലേഷൻ മൈക്കും. ഇത് IR ബ്ലാസ്റ്ററുമാണ്. 100,000 വന്ന ഫോണിൽ IR ബ്ലാസ്റ്റർ വന്നേക്കണം, നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഓഡിയോ ബ്രോക്കറും പവർ ബട്ടണും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ 4 കാര്യങ്ങളാണ് കൊടുത്തേക്കണം. ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, C ടൈപ്പ് ചാർജിങ് പോർട്ട്, പിന്നെ ഒരു സിംഗിൾ സ്പീക്കറും. ഇനി നമുക്ക് ഈ സിം ട്രേ ഒന്ന് ഊരി നോക്കാം. ഇതിൽ 2 സിം സ്ലോട്ടുണ്ട്. പിന്നെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ TPU കേസ് ഒന്ന് ഇട്ട് നോക്കാം. 2 ഫോണിലും എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഇവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. TPU കേസ് ഇട്ടപ്പോൾ നല്ല പ്രൊട്ടക്ഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാം.
ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് നോക്കാം. ഫോണിനെ അപേക്ഷിച്ച് ബ്രൈറ്റ്നെസ്സിന് ചെറിയൊരു ഇച്ചിരി കൂടെ വേണമായിരുന്നൊരു തോന്നൽ തോന്നിയിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് ഇത് MIUI 11 ആണ്. പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് ഇതിലുള്ളത്. ഫോണിൻ്റെ ബോഡി നമ്മൾ നോക്കിയാൽ പ്ലാസ്റ്റിക് ബാക്കാണ് ഉള്ളത്. പിന്നെ ഗോറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. വെയിറ്റ് ആണെങ്കിൽ ഒരു 200 ഗ്രാമാണ് വെയിറ്റ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ആണുള്ളത്. ഈ ഫോൺ 4 കളറിലാണ് വരുന്നത്. സ്പേസ് ബ്ലൂ, സൺറൈസ് ഫ്ലെയർ, മിൻറ്റ് ബ്ലൂ, ബ്ലാക്ക്. നമ്മുടെ കയ്യിലുള്ളത് സ്പേസ് ബ്ലൂവും സൺറൈസ് ഫ്ലെയറുമാണ് ഉള്ളത്. പിന്നെ 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇത്തിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.53 ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണുള്ളത്. 2340x1050 ഫുൾ HD പ്ലസ് റെസൊല്യൂഷനാണുള്ളത്. പിന്നെ ഗോറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടിയാണ് നമുക്ക് തരുന്നത്. 10,000 രൂപ താഴെ വരുന്ന ഫോണിൽ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കിട്ടുന്നത് നല്ലൊരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് ക്യാമറ സെക്ഷനിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറ 13+, 8+, 5+2 ആണുള്ളത്. അത്യാവശ്യം നല്ലൊരു ഇമേജ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ലോ ലൈറ്റിങ്ങിൽ കുറച്ച് മോശമുണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതേപോലെ തന്നെ വീഡിയോ സെക്ഷനിലോട്ട് വരുമ്പോഴും വീഡിയോ സ്റ്റെബിലൈസേഷൻ അല്പം മോശമാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വളരെ നല്ലൊരു ഇമേജ് നമുക്ക് തരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ലോ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒഴികെ ക്യാമറ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. 10,000 രൂപ താഴെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഫോണാണ് Redmi 9 Prime. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയ അൺബോക്സിംഗ് വീഡിയോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.